നേരെ വീട്ടിലേക്ക് വരുന്ന സുധീഷും നിധിയും കാണുന്നത് ആകെ കല്യാണ ബഹളമാണ്. ഇത് കണ്ട് അവരങ്ങ് ഷോക്കാവുകയാണ്. ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നെന്ന് സുധീഷ് പറയുമ്പോൾ അനിയൻ പറയുകയാണ് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയെന്ന്. ഇതൊന്നും നടക്കില്ലെന്ന് സുധീഷ് പറയുകയാണ്. കാരണം നിധി ഇങ്ങോട്ട് വരുന്ന വഴി വണ്ടിയിലിരുന്ന് മൊത്തം കരയുകയായിരുന്നെന്നും അവളുടെ അച്ഛനെ കാണാൻ കഴിയാത്ത വിഷമത്തിലിരിക്കുന്ന അവളോട് ഞാൻ എങ്ങനെ പറയാനാണ് സ്റ്റേജിൽ കയറി നിൽക്കാനായിട്ട് എന്നൊക്കെയാണ് സുധീഷ് പറയുന്നത്. ഇതൊക്കെ അറിയാതെയാണ് ഇവർ ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്, ഈ സുഭാഷും മറ്റ് സഹോദരങ്ങളെല്ലാം. നിങ്ങൾ അങ്ങോട്ട് പോയതും നാട്ടുകാരൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് പറയാൻ തുടങ്ങിയെന്നൊക്കെയാണ് സുഭാഷ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്. അത് നിങ്ങൾക്ക് വലിയ ഉപകാരമായി തീരുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് പറയുകയാണ് സുഭാഷ്. ഉടനെ തന്നെ അത് അനീഷ് ഏറ്റുപിടിക്കുകയും പ്രശ്നം ആകെ വഷളാവുകയും ചെയ്തു. സുധീഷ് ഒരു സ്വാർത്ഥനാണെന്നും സുഭാഷേട്ടനെ പോലും ആലോചിക്കാതെ ഈ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടിയുമായി കയറി വന്നതാണെന്നും ഒക്കെ പറഞ്ഞ് കുറ്റങ്ങളും വഴക്കുകളും ആകെ അടിപിടി വരെ ആയി. ഇത് കണ്ടുകൊണ്ട് അച്ഛൻ വരികയാണ്. എന്നാൽ ഇവരെ പിടിച്ചു മാറ്റുന്നൊന്നുമില്ല. നിധിയും കണ്ടിരിക്കുകയാണ്. ശേഷം അച്ഛൻ നിധിയെ നോക്കി ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ കണ്ണ് കാണിക്കുകയാണ്. അങ്ങനെ ഈ അടിപിടിയായി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.